നാഗാലാൻഡിലെ സുക്കു വാലിയിൽ നിന്നുള്ള അടുത്ത എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെ നിന്ന് രാത്രിയൊക്കെ മൈനസ് ചെയ്തിട്ടോ, ഭയങ്കര തണുപ്പായിരുന്നു. ഇവിടെ മൊത്തം കാണാം, മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന അടിയിൽ കൂടെ കണ്ടില്ലേ. ആ മുളങ്കാട്ട് കൂടെ ഒക്കെ ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുക. ഇവിടെ കുറേ ആൾക്കാർ ടെൻ്റൊക്കെ അടിച്ച് ഇവിടെ കിടക്കുന്നുണ്ട്. നല്ല തണുപ്പാണ്. ബ്ലാങ്കറ്റൊന്നും ഉണ്ടായിരുന്നു ഒരു കാര്യമില്ല, അത്രയ്ക്ക് തണുപ്പായിരുന്നു. ഡോർമെറ്റ് ഉണ്ടത്. ഇതൊരു ദിവസത്തിൻ്റെ ഉള്ളിൽ കിടക്കാൻ വേണ്ടിയിട്ട് 100 രൂപയാണ്. പിന്നെ ബ്ലാങ്കറ്റിന് 100, തലയിണയ്ക്ക് 100, തലയിണയ്ക്ക് 50, അങ്ങനെയൊക്കെയാണ് ഓരോ റേറ്റ്. പിന്നെ ഫുഡിന് 250 രൂപ, ചായക്ക് 30. അതൊക്കെയാണ് ഇവിടുത്തെ റേറ്റുകൾ. ഉണ്ട്. നല്ല അടിപൊളി സീനാണ് കേട്ടോ. അവിടെ സീനറിയാണ്, ടോപ്പാണ് വ്യൂസൊക്കെ. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് അവിടെ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആ ഡോർമെറ്ററൊക്കെ ഫുള്ളായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ. അവിടെ ആ ദൂരത്ത് മൊട്ടക്കുന്നുകളായിട്ട് ഇങ്ങനെ കാണാം സുക്കു വാലിൻ്റെ കാഴ്ചകൾ. മഞ്ഞ് വീണ് കിടക്കുന്നുണ്ടല്ലേ, ഇതാ രാത്രി മഞ്ഞ് വീണതാട്ടോ, പുല്ലിലൊക്കെ കണ്ടില്ലേ. കൈയൊക്കെ മരവിച്ച് പോവുകയാണ്. വീണ് കിടക്കുന്നതൊക്കെ കണ്ടില്ലേ, മഞ്ഞ് വീണ് കിടക്കുകയാണ്, കൈ മരവിക്കുന്നുണ്ട്. വാലിയിലെ രാവിലത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. രാവിലെ വെയിലൊക്കെ വന്നിട്ടുണ്ട്. മല കണ്ട മണൽക്കൂനകളൊക്കെ പോലെ തോന്നുക, കണ്ടില്ലേ. ഇതാ ഇപ്പുറത്തൊരു ഹെലിപ്പാഡ് ഉണ്ട്. ആ ഹെലിപ്പാഡിന്റെ അവിടെയും കുറെ ആളുകൾ രാവിലെ തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഈ മലയുടെ ഉയരം എന്ന് പറഞ്ഞാൽ ഏകദേശം 2452 മീറ്റർ ഉയരാണ്. ഈ ഹെലിപ്പാഡ് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാവും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാകുക. ഇനി അവിടെയൊക്കെ പോയി അതൊക്കെ കാണണം. ആളുകളിവിടെ ടെൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി കുറേ ആളുകൾ ടെൻറ്റിലാണ് കടന്നിരുന്നത്. ഇതാണ് സുക്കു വാലീൻ്റെ അവിടേക്കുള്ള പോകാനുള്ള വഴി. സുക്കു വാലീൻ്റെ അവിടേക്കല്ല, മറ്റേ കുരിശിൻ്റെ അവിടേക്ക് പോകാനുള്ള വഴി. ഈ മുളങ്കാടിൻ്റെ ഉള്ളിൽ കൂടെ വേണം, നടന്നിട്ട് വേണം അവിടെ പോകാൻ. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ആ മഞ്ഞിലൊക്കെ തൊട്ടിട്ടേ ആകെ ഐസായി, കൈയൊക്കെ ആകെ മരവിച്ച് പോയി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു വഴിയുള്ളൂ കേട്ടോ. 2 സൈഡിലും മുളങ്കാടുകളാണ്. ചെറിയൊരു ടൈപ്പ് മുളയാണ് ഇതിൻ്റെ സൈഡിലൊക്കെ കാണാൻ കഴിയുക. അതിൻ്റെ ഇടയിൽ കൂടെ വേണം പോകാനായിട്ട്. കുറേ ആളുകൾ രാവിലെ തന്നെ പോയിട്ടുണ്ട്. ഹലോ, കണ്ടില്ല, ചെറിയൊരു വഴിയാണ്, മുളങ്കാടുകളാണ്. അതിലൊക്കെ ഐസ് വീണിട്ടുണ്ടല്ലേ. സ്നോഫാൾ ഉണ്ടായിട്ട് ഒക്കെ വെള്ള കളറായിട്ടുണ്ട് അതിൻ്റെ ഇലകളൊക്കെ. രാത്രിയൊന്നും ഉറങ്ങാനേ കഴിഞ്ഞിട്ടില്ല. എത്ര പുതച്ചിട്ടും ഒരു രക്ഷയില്ല. ഉള്ളിലൊക്കെ ഭയങ്കര തണുപ്പ് ഇങ്ങനെ കയറി വരിക. എല്ലാവരും അവസ്ഥ ഇത് തന്നെയായിരുന്നു. നേരം വെളുക്കാനായപ്പോൾ മാത്രമാണ് കുറച്ച് സമയമൊന്നും ഉറങ്ങിയിട്ടുള്ളത്, അല്ലാതെ ഉറങ്ങാനേ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു 4-4:30 ആയപ്പോഴൊക്കെ തന്നെ ഇരുട്ട് വീണു. ആ കാണുന്നതാണ് ഡോർമെട്രി. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിലെങ്ങനെ വന്നിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വെയിലാണ്. ഈ ഭാഗത്താണ് കുരിശുള്ളത്, അവിടേക്കാണ് നടന്നു പോകേണ്ടത്. പക്ഷെ ഒരുപാട് സമയം എടുക്കും അടുത്തെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ മലകളെ കണ്ടില്ലേ, അങ്ങനെ ചെറിയ ചെറിയ കൂനകളായിട്ടാണ് കാണാൻ കഴിയുക. നല്ല ഭംഗിയാണ് കാണാൻ. അവിടെയൊക്കെ മഞ്ഞ് വീണിട്ടുണ്ട്, ഒരു വെള്ള കളറായിട്ട് എല്ലാ സ്ഥലങ്ങളിലും കാണാൻ കഴിയും. സൂര്യനെ കുറിച്ചിപ്പോൾ 7 മണിയുണ്ട് കേട്ടോ, പക്ഷേ വെയിലുണ്ടെങ്കിലും അറിയണേ ഇല്ല, തണുപ്പ് തന്നെയാണ്. ഇതിൻ്റെ മറ്റേ സൈഡ് അങ്ങേ ഭാഗം മണിപ്പൂരാണ് വരുന്നത്, ഈ ഭാഗം നാഗാലാൻഡ്. രണ്ടിൻ്റെയും അതിർത്തിയിലാണ് ഈ സുക്കു വാലി വരുന്നത്. വാലീൻ്റെ ഒരു ഭംഗി നോക്കി, എന്താ രസം കാണാം. സ്റ്റൈലം വ്യൂ ആണ് ഇവിടുന്ന്. പച്ചപ്പാർന്ന മലനിരകൾ, പുൽമേട പോലുള്ള മലകളാണ് ഈ കാണുന്നതൊക്കെ. ഒരാളുടെ ചെസ്റ്റിൻ്റെ ഭാഗം ഇവിടെയൊക്കെ ഇത്രേ ഉള്ളൂ. ഈ മുള കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ.
ചില സ്ഥലങ്ങളിലൊക്കെ ഒരാളെ ഹൈറ്റിനോ അതിൽ കൂടുതലോ ഉയരത്തിൽ മുളയുണ്ട്. ഇതുപോലത്തെ ഈ ചെടി പോലത്തെ ഒരു സൈസ് മുളയാണ്, ചെറിയൊരു ടൈപ്പ് മുള. അത് ഒരാളെക്കാളും കൂടുതൽ ഉയരമുണ്ട് ചില സ്ഥലങ്ങളിൽ. പക്ഷെ ടോപ്പാണ് കാഴ്ചകൾ. അതുപോലെ ജൂൺ മാസത്തിലൊക്കെ വരികയാണെങ്കിൽ, ജൂണിൻ്റെ തുടക്കത്തിലും സെപ്റ്റംബറിൻ്റെ അവസാനത്തിൻ്റെ ഉള്ളിലൊക്കെ വരികയാണെങ്കിൽ ഈ സുക്കു ലില്ലി എന്ന് പറഞ്ഞൊരു ലില്ലിപ്പൂക്കൾ ഉണ്ടാവും എന്ന് പറയുന്നത് ഇവിടെയൊക്കെ. മൊത്തത്തിൽ ലില്ലിപ്പൂക്കൾ അത് കാണാൻ നല്ല സ്റ്റൈൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ഈ സമയത്താണെങ്കിൽ നല്ല മഞ്ഞും തണുപ്പൊക്കെയാണ്, ഈ ഡിസംബർ ആയതുകൊണ്ട്. ഇപ്പോൾ പിന്നെ ഈ ഫെസ്റ്റിവല്, ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരികയും ചെയ്യുന്നുണ്ട്. കണ്ടമാനം ആളുകളുണ്ട് ഈ ഡോർമെട്രിയിലൊക്കെ. ഇതിൻ്റെ തൊട്ട് താഴെ ഒരു അരുവിയുണ്ട് കേട്ടോ. ഈ മലകളുടെ ഇടയിൽ ഒരു അരുവിയുണ്ട്. ഇത് കാണാൻ എന്താ സ്റ്റൈൽ എന്നത്. കുറേ ആളുകൾ അതിൽ പോയിട്ടുണ്ട്. കുറേ ചെങ്കുത്തായ സ്ഥലമാണ്, അങ്ങോട്ട് ഇറങ്ങിപ്പോകണം. ഇതാ കുറേ ആളുകൾ അതിലെങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. ഓ, ഗംഭീര കാഴ്ചയാണ്. അവിടെയും പോകണം, അതുപോലെ കുരിശിൻ്റെ അവിടെയും പോകണം. അരുവിയിലേക്ക് പോകുന്ന വഴിയാണ്, കുറച്ച് റിസ്ക്കാണ് പോകാനായിട്ട്. നല്ല കുത്തനെയാണ്. പിന്നെ അപ്പുറത്ത് അരുവിയും, അത് ഭയങ്കര, ഈ മല കുത്തനെ, ഭയങ്കര കുത്തനെയുള്ള മലയാണ്. അതിൻ്റെ തൊട്ട് താഴെയാണ് അരുവി. ഒന്ന് കാലൊക്കെ തെന്നിക്കഴിഞ്ഞാൽ നേരെ അടിയിലേക്ക് ചാടും. അരുവിയിൽ പെട്ടെന്ന് എത്തും. കണ്ടില്ലേ, ഈ ഇല്ലിക്കൂട്ടം മൊത്തം മൂടി കിടക്കുകയാണ് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ചകഞ്ഞ് വേണം പോവാൻ. നല്ല പാറക്കൂട്ടം. ഓ, ഇതിൻ്റെ അടിയിലൊക്കെ നിന്നാൽ മഴയൊന്നും കൊള്ളൂല കേട്ടോ, മഴ കൊള്ളൂല. അരുവി ഇതാ തൊട്ട് താഴെ. ദുർഘട പാതകൾ താണ്ടി വേണം വണ്ടിയിലേക്ക് എത്താൻ. ഒന്ന് കാല് തെന്നിയാൽ കഴിഞ്ഞു കഥ. അയ്യോ, കാല് തെന്നിക്കഴിഞ്ഞാൽ കഥ കഴിയും. കണ്ടില്ല, ഇതുപോലെ വേണം പോവാനായിട്ട്. ഞാൻ പോകുന്ന വഴി കണ്ടില്ലേ, ഇതാണ് വഴി. കണ്ടില്ലേ, ഇങ്ങനെ ഇല്ലിക്കൂട്ടൊക്കെ വകഞ്ഞ് മാറ്റിയിട്ട് വേണം പോകണമെങ്കിൽ. കണ്ടില്ലേ, ഇങ്ങനെ ഇല്ലിക്കൂട്ടം വകഞ്ഞ് മാറ്റിയിട്ട് പോകണം. ഹലോ, വാലിയിലെ അരുവിയിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര കല്ലുകളാണ്. സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ വെള്ളത്തേക്ക് ചാടും. വെള്ളത്തേക്ക് ചാടി കഴിഞ്ഞാൽ പിന്നെ അയ്യോ ഭയങ്കര തണുപ്പാവും. അരുവിയിലെ വെള്ളത്തിൽ കൈയിട്ടാലേ നല്ല തണുപ്പുണ്ടാവും. കുറേ ആളുകളുണ്ട് കേട്ടോ അവിടെ. ഒന്ന് കൈയിട്ട് നോക്കട്ടെ തണുപ്പ് എത്രത്തോളം ഉണ്ട് എന്നറിയാലോ. ആ, അത്യാവശ്യം തണുപ്പുണ്ട്, നല്ല തണുപ്പാ. ഈ പാറയിൽ കണ്ടോ ഐസായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. ഇതാ ഐസ് ഇങ്ങനെ തൂങ്ങി നിൽക്കണ കണ്ടില്ലേ, നല്ല കത്തി പോലുള്ള മൂർച്ചയിട്ടതിന്. ഓ, നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്. വെള്ളം എന്താ ഉറ്റിട്ടിട്ട് ഇങ്ങനെ ചാടുന്നുണ്ട് ഇവിടെ, കണ്ടില്ലേ. ഐസ് ഇതാ തൂങ്ങി 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 ഇതാ ഈ രൂപത്തിലായിട്ടുണ്ട്. നല്ല തണുപ്പാട്ടോ. കുറച്ച് താഴെ വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. ഈ മുളയൊക്കെ ഒന്ന് കുറച്ച് ചെറുതായിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഉയരത്തിലുള്ളൂ, മുട്ടിൻ്റെ ഒക്കെ അത്ര ഉയരത്തിലുള്ളൂ ഇപ്പം മുള കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. ഫുള്ള് മുളയാണ്, ഇതിൽ മാത്രം മുളയായിട്ട് ഇങ്ങനെ കാണാം. കുരിശിത അവിടുന്ന് കാണുന്നുണ്ട്, ഇതാ അവിടെയാണ്. കുറച്ച് ദൂരമുള്ള ഇവിടുന്ന് കണ്ട, പക്ഷെ നല്ല ദൂരമുണ്ട്. കുറേ ആളുകൾ അതിൻ്റെ അടുത്ത് പോയി, അങ്ങോട്ട് കയറിയിട്ടില്ല. കുറച്ച് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. കുറേ ആൾക്കാർ ഇവിടെ ഒരു ഗുഹ പോലെ ഉണ്ട്, അവിടെ പോയി. പിന്നെ ചില ആളുകളൊക്കെ ഇങ്ങനെ അരുവിയിൽ പോയി വരുന്നുണ്ട്. അങ്ങനെ പലരും പല ഭാഗത്തൂടെ ഒക്കെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ് ഇവിടെ. ഇവിടെ ഒരു അരുവിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മറികടന്നിട്ട് വേണം അപ്പുറം പോവാനായിട്ട്. വന്നതാ അതിൻ്റെ ഏറ്റവും സെൻറ്റർ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ചുറ്റും മലനിരകളായിട്ട് കാണാം. അതുപോലെ ഏറ്റവും നടുക്ക് മുളങ്കാടുകളും, ഏകദേശം ഒരു അരക്കപ്പുള്ള മുളങ്കാടുകളും അങ്ങനെ ചുറ്റുഭാഗത്തേക്കും കാണാം. ഇതിൻ്റെ അടുത്തായിട്ട് ഒരു പാറക്കെട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ആളുകൾ കയറി ഇരിക്കണൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വീണ്ടും ഒരു അരുവി കൂടി എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇത് രണ്ടാമത്തെ അരുവിയാണ്. ഇത് കടന്നിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ, അതായത് കുരിശിൻ്റെ അവിടത്തേക്ക് പോകാൻ. ചെറിയ ഒരു അരുവി ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ചാടി കിടക്കണം.
ചാടിക്കടന്ന് രക്ഷപ്പെട്ടു. ഇവിടെയൊക്കെ ആളുകളുണ്ട്, പാട്ടൊക്കെ കേട്ട് ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ, പാട്ടൊക്കെ കേട്ട് നിൽക്കുകയാണ്. ഫുള്ള് ഇത് തന്നെ കേട്ടോ, ഈ മുളങ്കാടുകൾ തന്നെയാണ്. ദൂരത്തുനിന്ന് കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ പുല്ലാണ് വിചാരിക്കും, പക്ഷെ പുല്ലല്ല, മുളങ്കാടുകളാണ്. മലകളൊക്കെ കണ്ടാൽ പുല്ലാന്നാ വിചാരിക്കുള്ളൂ, പക്ഷെ അടുത്ത് നിൽക്കുമ്പോഴല്ലേ അറിയാം ഇതൊക്കെ മുളങ്കാടുകളാണെന്നുള്ളത്. അങ്ങനെ അവസാനമായിട്ട് കുരിശിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാ കുരിശ് കാണുന്നുണ്ടല്ലേ. കുറച്ച് റിസ്ക് ആണ് കേട്ടോ അങ്ങോട്ട് വരാൻ, പക്ഷെ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇവിടെ വരണമല്ലോ, എല്ലാ സ്ഥലങ്ങളിലും കവർ ചെയ്യണ്ടേ. അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് അപ്പുറം വഴി കൂടെ കേട്ടോ വന്നത്, ആ കാണുന്ന മലയുടെ ഭാഗത്തുനിന്ന്. ഡോർമെറ്ററി ഒന്നും കാണാനേ ഇല്ല, പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂസ് കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ ചുറ്റുഭാഗം മലനിരകളാണ്. അതിൻ്റെ ഏറ്റവും സെൻറ്ററിലാണ് ഈ കൂനകൾ പോലെ ഈ കാണുന്ന ഈ മലകൾ. പിന്നെ ഇതൊക്കെ ഇവിടുന്ന് കാണുമ്പോൾ പുല്ലാന്ന് വിചാരിക്കും, പക്ഷെ പുല്ലല്ല, ഇതുപോലത്തെ മുളകളാണ്. ഈ ചെറിയ തരത്തിലുള്ള മുളകളാണ് മൊത്തമായിട്ട്. ഈ കൂനകളിലൊക്കെ ഇതുപോലത്തെ മുളകളാണ്. നല്ല കാറ്റുണ്ട്. ഇനി പതുക്കെ എങ്ങനെ ഇറങ്ങി പോകട്ടെ. ഇവിടെ നോട്ടീസ് ബോർഡ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ മദ്യപിക്കരുത്, അതുപോലെ വേസ്റ്റ് സാധനങ്ങൾ ഇടരുത്, ഈ കുരിശിൻ്റെ മുകളിൽ കയറരുത്, പിന്നെ എഴുതി ഇതൊന്നും നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും കുറച്ച് വേസ്റ്റ് ഇവിടെ ഒക്കെ കാണാനുണ്ട്. കണ്ടില്ലേ, ആരൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. സുക്കു വാലിയുടെ കാഴ്ചകളാണ്. അതിഗംഭീരമായിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പ്. കുറച്ച് റിസ്ക് എടുത്ത് വന്നാലും എല്ലാവരും വരണം അങ്ങോട്ട്. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടാണെങ്കിലോ എങ്ങനെയാണെങ്കിലും വരാം. ഞാൻ ഇപ്പോൾ സിംഗിളായിട്ടല്ല വന്നത്, ബൈക്ക് ഓടിച്ച് കണ്ട്. അതുപോലെയൊക്കെ എങ്ങനെ വേണമെങ്കിലും വരാം, പാക്കേജായിട്ട് വരാം, എങ്ങനെയും വരാം. വന്ന് കാണുക, ആസ്വദിക്കുക, മുതലാവും എന്തായാലും വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളിലേക്കൊക്കെ പോകണം. അപ്പോൾ ഇവിടുന്ന് പതുക്കെ ഇറങ്ങി പോകട്ടെ. അങ്ങനെ കുരിശുമലൊക്കെ കണ്ട് വിജയകരമായി ട്രക്കിംഗ് ഒക്കെ പൂർത്തിയാക്കി തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ താഴെ പോകണം. ഡോർമെട്രീൻ്റെ അവിടെ ഇവിടുത്തെ ചില ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതിച്ചിട്ടുണ്ട്. ഇത് സൗത്തൻ അങ്കാമി യൂത്ത് ഓർഗനൈസേഷനാണ് ഇത് നടത്തുന്നത്. പിന്നെ വരുന്ന വഴിക്ക് ഒരു എൻട്രി പോയിന്റ് ഉണ്ട്, അവിടെ രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഗൈഡ് നിർബന്ധമാണ്. അങ്ങനെയൊന്നുമില്ല, ഗൈഡ് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇത് എൻട്രി ചെയ്യേണ്ട സ്ഥലങ്ങൾ വിശ്വമയും ജക്കാത്മയും വഴി വരാൻ പാടുള്ളൂ. പിന്നെ ഇവിടെ സാധനങ്ങളൊന്നും അത് ഇങ്ങനെ ഉപേക്ഷിക്കരുത്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത, അവിടെ ഇവിടെയും തീയിടരുത്, സാധനങ്ങളൊന്നും നശിപ്പിക്കരുത്, ഇവിടെ എഴുതരുത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ. പിന്നെ ട്രക്കിംഗ് ഏരിയ കൂടെ അല്ലാത്ത രീതിയിലൊന്നും വരരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വന്ന അതേ വഴി കൂടെ തന്നെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ മുളങ്കാടിൻ്റെ ഉള്ളിൽ കൂടെ. നല്ല തണുപ്പാണ്, പൊതുവെ വെയിലുണ്ട്, പക്ഷെ വെയിലിൻ്റെ ചൂടൊന്നും അറിയൂല. ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ്. ഒരു ഗ്യാങ്, മലയാളി ഗ്യാങ് പുറകെ കൂടെ വരുന്നുണ്ട്. ഇനിയൊന്നും നോക്കാനില്ല, നേരെ താഴെ പോവുക, വണ്ടി എടുക്കുക, പോവുക, അതാണ് പരിപാടി. പിന്നെ താഴത്തേക്ക് ഇറങ്ങാൻ കുറച്ചും കൂടെയൊക്കെ എളുപ്പമുണ്ട് കേട്ടോ. ഇത് കുറച്ച് നിരപ്പായിട്ടുള്ള വഴിയാണ്, ഇതിലെ കുറച്ച് സ്പീഡിലൊക്കെ പോവാം. ഞാൻ ഇന്നലെ കയറി അതേ വഴി കൂടെ തന്നെ പോണത്. ജാക്കറ്റൊക്കെ ഒന്ന് മാറി, 2 ജാക്കറ്റ് ഇട്ടാണ്ട് അതിൻ്റെ മുകളിൽ കൂടെ നടന്നിരുന്നു. ഇപ്പം ഒരു ജാക്കറ്റ് ഊരിപ്പോൾ ഒന്നുള്ളൂ. പിന്നെ ജക്കാമ വഴി ഇറങ്ങുക, പക്ഷെ അത് വണ്ടി വിശ്വമ വഴിയല്ല ഞാൻ ഓടിച്ച് വന്നത്. വിശ്വമൻ്റെ അവിടെ പാർക്കിങ്ങിലാണ് വണ്ടി ഉള്ളത്, അതുകൊണ്ട് ഇതിൽ തന്നെ പോകണം. അല്ലെങ്കിൽ ജക്കാമ വഴി പോവാം, അത് ഭയങ്കര സ്റ്റെപ്പാണ്, അപ്പം ഇതിൽ തന്നെ പോകണം. താഴത്തേക്ക് ഇറങ്ങുമ്പോഴൊരു വ്യൂ ആണ്, പക്ഷേ മഞ്ഞ് മൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ദൂരക്കാഴ്ച ഒന്നും കാണൂല. എന്നാലും ടോപ്പാണ് കേട്ടോ വ്യൂസ്. ഇവിടുന്ന് ഫുള്ള് മലഞ്ചെരുവ് കൂടെ വേണം പോവാൻ. ഇപ്പം അവർ പോയത് കണ്ടില്ലേ, അതുപോലെ ഇങ്ങനെ റിസ്ക് എടുത്തിട്ട് വേണം പോകാൻ. ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് പോവും, പിന്നെ കിട്ടാനേ ഉണ്ടാവില്ല. അപ്പോൾ നല്ല നോക്കിയിട്ടൊക്കെ വേണം പോകാനായിട്ട്. ഓരോരുത്തർ ഇറങ്ങി പോകുന്ന കാഴ്ച കാണാം. ചെങ്കുത്തായ സ്ഥലത്ത് കൂടെ ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. ഫുള്ള് സ്ലിപ്പാവും, നല്ല നോക്കണം. നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഞാനങ്ങനെ ബൈക്ക് പാർക്ക് ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ബൈക്കൊക്കെ അതേപോലെ തന്നെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. കുറച്ച് പൊടിയൊക്കെ പാറിയുണ്ടെന്ന് മാത്രം, അത്ര തന്നെ ഉള്ളൂ. താഴേക്ക് കയറി വരുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് വണ്ടി വരാൻ പറ്റുന്ന അത്ര ദൂരത്തിൽ, അത്ര അടുത്ത് ഇവിടെ സൂമോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ താഴത്തുനിന്ന് ഇങ്ങോട്ട് വരണമെങ്കിലും അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ച് പോകണമെങ്കിലൊക്കെ ഒരു ഭാഗത്തേക്ക് 1500 ആകുക. അതിൽ എത്ര ആളാണെങ്കിലും പ്രശ്നമില്ല, 5-6 ആളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല.
അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഒരാളോ അല്ലെങ്കിൽ കൂടുതൽ ആളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും പോകാനൊക്കെ ഇത് പ്രയോജനപ്പെടുത്താം. പിന്നെ പാക്കേജൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ 2000 രൂപയൊക്കെ ആവും. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. അല്ലെങ്കിൽ ഈ രീതിയിലും വരാം. പിന്നെ മൊത്തത്തിൽ മുകളിൽ ഒരാൾക്ക് അവിടെ ചാർജ് ആകുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റേ, ഫുഡ്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടക്കം ഒരാൾക്ക് ഒരു 800-850 രൂപയാവും. പിന്നെ മാറ്റും കിട്ടും. പിന്നെ അതുപോലെ ഒരു ഫോമിൻ്റെ മാറ്റാണ് ഉണ്ടാകുക. അതിൻ്റെ മുകളിൽ കിടക്ക, പിന്നെ ഈ ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല.